ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ. വലിയ റെയിൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്കിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്ന് ലോട്ടറി വിൽക്കാനൊന്നും പോയില്ല. അപ്പം ഇന്ന് ടിക്കറ്റ് ഇല്ലായിരുന്നു, അങ്ങനെ ഞാൻ വിൽക്കാനൊന്നും പോയില്ല. അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ നിന്നപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ നീലയമരിയുടെ വിത്ത് ഉണക്കിയത് ഇരിപ്പുണ്ടെങ്കിൽ തരണേന്ന്. അങ്ങനെ ഇപ്പം നമ്മുടെ നീലയമരിയുടെ വിത്ത് ഉണങ്ങിയത് ഉണ്ട്. അപ്പം അതിന് നല്ല മുറ്റി ഇതായി, പിന്നെ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിത്തെറിച്ചങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഞാൻ അതിനെ മുറ്റിയതിനെ മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ലേശം ഉണക്കി ഇനി പാക്ക് ചെയ്ത് ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. ഇപ്രാവശ്യം ഒരു പിടി കിട്ടിയുള്ളൂ. അപ്പം ഇനിയിപ്പോൾ എപ്പോൾ പൂക്കും എന്നൊന്നും പറയാനൊക്കത്തില്ല. ഇപ്പോൾ പൂത്തത് മൊത്തം വിളഞ്ഞ് കായായി കിട്ടി. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്. ഇപ്പം നീലയമരിയുടെ കുറച്ച് പേർക്കേ തരാനുള്ളൂ. ഉള്ളപ്പം അത് ഞാനിങ്ങനെ അയച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു. അതിനെ പറിച്ചത് ഉണക്കിയത് ഞാനിങ്ങനെ കൊറിയർ അയച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ചാണ്. അപ്പം ആ കുറച്ച് ഉള്ളതാണെങ്കിലും അതിന് എങ്ങനെയെങ്കിലും ഉണക്കി പറക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് നീലയമരിയുടെ ഇലയും ഇതെല്ലാം ഞാൻ എടുത്തു. ഇനിയിപ്പോൾ കുറച്ച് ഇലയും കൂടെ ഒക്കെ ഉള്ളു. അപ്പം എന്തോരം ഉണ്ടായിരുന്നെന്നറിയോ, മൊത്തം ഒടിച്ചെടുത്തു നീലയമരി. ഇനി എനിക്കും കുറച്ച് വിത്തിട്ട് ഇവിടെ നിറച്ച് കിളിപ്പിക്കണമെന്നുള്ള ഒരു പ്ലാനിലിരിക്കുക. അപ്പം ഇപ്പോൾ ഉള്ളതിന് കുറച്ച് ഉണ്ട്. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഉണക്കി ഞാനതിനെ പാഴ്സൽ ചെയ്ത് അയക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഈ റോഡ് സൈഡിലെ മണലുണ്ടല്ലോ, ഈ മഴയൊക്കെ പെയ്ത് ഒഴുകി പോകുമ്പോൾ ഈ റോഡ് സൈഡിൽ ഇച്ചിരി മണൽ പോലെ വന്ന് കിടക്കും. ആ മണലിനെ എടുത്ത് ഒരിച്ചിരിയോളം കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് അതിനെ വീട്ടിലെ ചെമ്മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് ഇതിനെ തകിടി പോലെ ആവില്ല, തകിടി ഇവിടെയൊക്കെ ഓരോയിടത്തൊക്കെ എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല, അതുപോലെ ആക്കി അതിനകത്ത് പാവിയാൽ പെട്ടെന്ന് കിളിച്ച് വരും. അതിനകത്ത് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കിളിച്ച് വരും. അപ്പോൾ അത് കിളിച്ച് വരാനും വളം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അത് പെട്ടെന്ന് അതിനകത്ത് ആ വളത്തിൻ്റെ അംശം നിൽക്കുക, അതിനെ നല്ലപോലെ നമുക്ക് അത് വളർത്തിയെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പം നിങ്ങൾ പാവുന്ന സമയത്ത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് കിളിച്ച് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ശരി, ആവശ്യമുള്ളവർ വിളിക്കുക. നമുക്ക് ഇതുണക്കി നമുക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ തരാം. ഓക്കെ, ബൈ. അപ്പോൾ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.